ഇന്നലെ പെയ്ത മഴയിൽ ശക്തമായ രീതിയിൽ പലയിടത്തും നല്ല രീതിയിൽ മഴ പെയ്തു. ഇപ്പോൾ കളക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിൽ കാലങ്ങളായിട്ടുള്ളതാണ് വെള്ളക്കെട്ട്. നമ്മുടെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. പക്ഷേ അത് പൂർണ്ണമായിട്ടും സജ്ജമായിട്ടില്ലെങ്കിൽ പോലും ഇന്നിപ്പോൾ ശാന്തിപുരം കോളനിയിലൊക്കെ ഇന്നലെ രാത്രി നല്ല രീതിയിൽ വെള്ളം കയറിയായിരുന്നു. അപ്പോൾ അക്കാര്യത്തിലേക്ക് എന്തെങ്കിലും ഇടപെടൽ? വെള്ളം കയറിയ ഇപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30 മണി മുതൽ 8:30 മണി വരെ വിടാതെ മഴയായിരുന്നു. പക്ഷേ ഞാൻ രാത്രി 11 to 12 സിറ്റിയിലുള്ള എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിരുന്നു. 85-90% സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് ശാന്തിപുരം എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവിടെയും വെള്ളം ഇറങ്ങിയിരുന്നു രാത്രി. പക്ഷേ അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം നനഞ്ഞു. അവിടെ വെള്ളം വീട്ടിലുകളിൽ കയറിയ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ കോർപ്പറേഷനുടെ നേതൃത്വത്തിൽ അവിടെ എങ്ങനെ പമ്പ്സ് അവിടെ അടിയന്തരമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി അതേപോലെ ബന്ധപ്പെട്ട സൂപ്പറിൻഡിങ് എഞ്ചിനീയേഴ്സോട് ഇന്നലെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളെല്ലാം എവിടെയെല്ലാം വെള്ളക്കെട്ട് ഉണ്ടായെന്ന് മീഡിയ മുഖാന്തരം, നമ്മുടെ സൈറ്റ് വിസിറ്റ്സ് മുഖാന്തരം, എഞ്ചിനീയേഴ്സോട് വിസിറ്റ്സ് മുഖാന്തരം എവിടെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടോ അവിടെ ഒരിക്കൽ കൂടി ഇപ്പോൾ രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയും ടീമും ഫയർ ഇറിഗേഷൻ എല്ലാം ഒന്നുകൂടി പോകുന്നുണ്ട്. അവിടെ എന്തെല്ലാം ഇപ്പോൾ 10 ദിവസം ശരിക്കും മോൺസൂൺ സെറ്റിൻ പോലും ആയിട്ടില്ല. സോ മോൺസൂണിന് മുന്നേ അവിടെ എന്തെല്ലാം അടിയന്തര ഇടപെടൽ വേണമെന്ന് ഇപ്പോൾ തന്നെ പരിശോധിച്ചിട്ട് അതിനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. ഈ ശാന്തിപുരത്ത് ഇപ്പോൾ നിലവിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇല്ല, താമസിക്കാനില്ലെങ്കിൽ അവിടെ വേറെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നടപടി നമ്മൾ വില്ലേജ് ഓഫീസറെ വിട്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.